നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ പണമില്ലാതെ പ്രാദേശിക രംഗത്തെ പ്രവർത്തനം ആകെ താളം തെറ്റുന്നു. കേരളത്തിലെല്ലാം കൃത്യമായി നടക്കുന്നത് CPMന്റെ പ്രവർത്തനത്തിൽ മാത്രമാണ്. കാരണം CPM എല്ലാം നേരത്തെ തന്നെ കണക്കുകൂട്ടി കൃത്യമായി വച്ചിരിക്കുന്നു. BJPക്കും കോൺഗ്രസിനും പണമില്ലാതെ എല്ലാവരും നെട്ടോട്ടത്തിലാണ്. ഇതിനിടെ ദില്ലിയിൽ നിന്നും വന്ന കോടിക്കണക്കിന് രൂപ കയ്യിൽ കിട്ടിയവരും വീതം വെപ്പിൽ പണം കൈക്കലാക്കിയവരും മുങ്ങിയതായി വൻ ആരോപണവും ഉയരുന്നുണ്ട്. ദില്ലിയിൽ നിന്നും കോൺഗ്രസിനും BJPക്കും ഫണ്ടുകൾ വന്നില്ല എന്ന് ചില നേതാക്കൾ തറപ്പിച്ചു പറയുമ്പോൾ ചില നേതാക്കൾ പറയുന്നു കിട്ടിയ കാശ് ചിലവാക്കാൻ കൂട്ടാക്കാതെ പണവുമായി പലരും മുങ്ങിയെന്ന്. പ്രാദേശിക രംഗത്ത് പഴയതുപോലെ പിരിച്ച് ജനത്തെ വലച്ച ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിൽ പരസ്യ മേഖലയിലേക്ക് ഓരോ മണ്ഡലത്തിലും എത്തിയത് കോടിക്ക് മീതെയുള്ള തുകയാണ്. എന്നാൽ ഈ തുക മുഴുവൻ മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ളവരും അവരെ നിയന്ത്രിച്ചവരും അപ്പാടെ വിഴുങ്ങിയെന്നാണ് ഉയരുന്ന പുതിയ വിവാദം. പണമൊന്നും ചിലവാക്കിയില്ലെങ്കിലും ജയിച്ചോളുമെന്ന നേതാക്കളുടെ അഹങ്കാരമാണ് ഇപ്പോൾ കോൺഗ്രസിൽ. ചില്ലിക്കാശ് പോസ്റ്റർ ഒട്ടിക്കുന്നവർക്കും വീട് കയറുന്നവർക്കും ചായയ്ക്ക് പോലും കിട്ടുന്നില്ല എന്നും പരാതി വരുന്നു. പണം ചിലവാക്കാതെയും ചിലവിന് കാശ് കൊടുക്കാതെയും ഇപ്പോൾ ആരെയും കിട്ടുന്നില്ല എന്നും തോറ്റു കഴിയുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും കോൺഗ്രസിൽ പ്രാദേശിക ഘടകങ്ങൾ പറയുന്നു. കോൺഗ്രസിന്റെ സൈബർ വിഭാഗമാണ് എടുത്തു പറയേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പോലും ലൈവ് സ്വന്തം പേജുകളിൽ കൊടുക്കാൻ അറിവും പരിജ്ഞാനവും ഈ സൈബർ വിഭാഗത്തിന് ഇല്ലാതെ പോയി. മാത്രമല്ല, സോഷ്യൽ മീഡിയ പേജുകളൊന്നും കോൺഗ്രസിന്റെ സജീവമല്ല. മറ്റു സോഷ്യൽ മീഡിയകൾ എന്തെന്നും എങ്ങനെ പോകുന്നു എന്ന് പോലും ഈ വിദ്വാൻമാർക്ക് അറിയില്ല. ഒരു പോസ്റ്റ് സ്വന്തമായി എഴുതി തയ്യാറാക്കാനും പോസ്റ്റ് ചെയ്യാൻ പോലും കഴിവും രാഷ്ട്രീയ വിജ്ഞാനവുമില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കുന്ന യുവാക്കൾ തന്നെ പറയുന്നു. സോഷ്യൽ മീഡിയയുടെ ഫണ്ടും നിയന്ത്രണവും ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചെയ്യുന്നത്. ഇദ്ദേഹം സൈബർ ജോലി ചെയ്യുന്നവർക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമ പ്രചരണത്തിനുമായി കേന്ദ്രത്തിൽ നിന്നും വന്ന കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നാണ് സൈബർ പോരാളികളായ ചെറുപ്പക്കാർ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനാണ് സോഷ്യൽ മീഡിയ ഫണ്ടുകൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരാളെ ഒരാവശ്യത്തിനും കണ്ടുകിട്ടാൻ പോലും ഇല്ല അത്രേ. ചുരുക്കത്തിൽ പണവും ഫണ്ടും ലഭിക്കുന്നവർ അവരെ പിന്നെ കണ്ടെത്താൻ കഴിയാത്ത വിധമാകുന്നു. കാശ് കിട്ടുന്നത് ചിലവാക്കാതെ കിട്ടിയ നേതാക്കൾ മുങ്ങുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പലരും കോടീശ്വരന്മാരാകുമെന്നും ഉറപ്പാണ്. BJPയിൽ വൻ ഫണ്ട് വന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ദില്ലിയിൽ നിന്നും ഫണ്ടൊന്നും വന്നില്ലെന്നും സഹായം ഇതുവരെ കാര്യമായി കിട്ടിയില്ല എന്നും നേതാക്കൾ പറയുന്നു. പണം കിട്ടാതെ ആകെ വലയുകയാണ് എന്നാണ് പാർട്ടിയിലെ പൊതു സംസാരം. എന്നാൽ മറ്റു ചില അണിയറ സംസാരവും ഉയരുന്നുണ്ട്. ചിലർക്ക് കിട്ടിയ പണം ചിലവാക്കാൻ വിഷമമാണെന്നും പണം ചിലവഴിക്കാതെ ഒളിപ്പിക്കുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ചിലവാക്കിയാലും ചിലവഴിച്ചാലും തോക്കുന്ന സീറ്റുകളാണ്. പിന്നെ എന്തിന് പണം കളയണമെന്ന് ചോദിച്ച് പണം സൂക്ഷിച്ച് കീശയിലിടുന്നവരുമുണ്ട്. മുൻകാലത്ത് BJPയിൽ വോട്ട് കച്ചവടം എന്ന പരസ്യമായ രഹസ്യമുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ പല മുൻകാല നേതാക്കളും പുറത്തു പോകാൻ കാരണവും ഇതുതന്നെയായിരുന്നു. വോട്ട് കോൺഗ്രസിന് മറച്ചു നൽകി പണക്കാരായ നേതാക്കൾ പാർട്ടിയിലുണ്ട് എന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ്. കേരളത്തിൽ BJPയുടെ വളർച്ചയുടെ കൂമ്പും തളിരും ഞെരിച്ചു തകർത്തത് ഇപ്രകാരമായിരുന്നു. കേരളത്തിലെ ജയസാധ്യത കുറച്ച സീറ്റുകളിൽ അപകട സാധ്യത നന്നായി ഇപ്പോൾ പാർട്ടി മണക്കുന്നുണ്ട്. മോശമായ പ്രവണത ഉണ്ടാകാതിരിക്കാൻ രാപ്പകൽ ജാഗ്രതയിലാണ് RSS നേതൃത്വം. എന്തായാലും പണമില്ല എന്നും കിട്ടിയത് പലരും പൂഴ്ത്തിയെന്നും കോൺഗ്രസിനും BJPയിലും വിവാദ വിഷയവും ചർച്ചയുമാകുകയാണ്. പണമില്ലാതെ NDA കോൺഗ്രസ് പ്രവർത്തനം ആകെ വഴിമുട്ടുകയാണ്. പ്രാദേശിക രംഗത്ത് ഒന്നും ചെയ്യാനാകുന്നില്ല. എല്ലാവരും മടുത്തു നിൽക്കുന്നു. എന്നാൽ മേൽത്തലത്തിൽ ഇപ്പോഴും ആഡംബരം തന്നെ. നേതാക്കൾ ഉറക്കം 5 സ്റ്റാർ ഹോട്ടലുകളിലാണ്. അതില്ലാത്തടത്ത് 4 സ്റ്റാർ ഹോട്ടലുകളിലാകും. രാത്രിയായാൽ അടിച്ചുപൊളി മദ്യപാർട്ടിയും ശീതീകരിച്ച മുറികളിൽ സുഖവാസവും. യാത്ര ചെയ്യാൻ പുത്തൻ പുതിയ കാറുകൾ. പാർട്ടി ഓഫീസ് ഉണ്ടെങ്കിലും യോഗം ചേരാൻ നക്ഷത്ര ഹോട്ടലുകൾ. എന്നാൽ താഴെത്തട്ടിൽ പ്രവർത്തകർ പണിയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് വീട് കയറാനും പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും നടക്കുന്നു. ഒരു കട്ടൻ ചായയ്ക്ക് പോലും അവർക്ക് ഗതിയില്ല. പണമെല്ലാം പാർട്ടികളുടെ മുകൾ തലത്തിൽ മാത്രമാണ് ഒഴുകുന്നത്. മേൽത്തട്ട് നേതാക്കൾക്ക് ശരിക്കും ഈ കാലം ഒരു മഹാ ഉത്സവവും അടിച്ചുപൊളിയുമാണ്. പണം പൂക്കലിന്റെ വസന്തകാലവും. കണക്കും ബില്ലും എല്ലാം വെട്ടിത്തിരുത്തിയും പണം മുക്കുന്നു. കോടികൾ വരുന്നതെല്ലാം മേൽത്തലത്തിൽ തന്നെ അടിച്ചു മാറ്റുന്നു. എന്തായാലും പണമില്ലാതെ ഇനി ഒന്നും നടക്കില്ല എന്ന് കട്ടായം പറഞ്ഞ് മാറി നിൽക്കാൻ തുടങ്ങി കോൺഗ്രസിന്റെയും BJPയുടെയും പ്രാദേശിക ഘടകങ്ങളും നേതാക്കളും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.